പ്രതിഭയുള്ളത് കൊണ്ട് മാത്രം സിനിമയിൽ വിജയങ്ങൾ സ്വന്തമാവണമെന്നില്ല. കൃത്യമായ സമയത്ത് ശരിയായ അവസരങ്ങൾ തേടിയെത്തുന്നതിൽ നിന്നാണ് വിജയങ്ങൾ ഉണ്ടാവുന്നത്. അഭിനേതാക്കളെ സംബന്ധിച്ച് അവരുടെ താരമൂല്യം ഉയരുന്നതും അത്തരം വിജയങ്ങളാലാണ്. മലയാള സിനിമയിലെ പുതുതലമുറ അഭിനേതാക്കളിൽ ഭാവിയിലെ താരപദവിയിലേക്ക് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരാൾ നസ്ലനാണ്. തണ്ണീർമത്തൻ ദിനങ്ങളിലെ മെൽവിനിൽ നിന്ന് പ്രേമലുവിലെ സച്ചിനിലേക്ക് എത്തിയപ്പോൾ മലയാളി സിനിമാ പ്രേമികളുടെ സ്നേഹ പരിഗണനകൾ നേടാനായിട്ടുണ്ട് നസ്ലന്. നസ്ലന്റെ 5 വർഷം നീളുന്ന കരിയറിലെ 15ാമത്തെ ചിത്രമായിരുന്നു പ്രേമലു. ജനം ഏറ്റെടുത്ത മറുഭാഷാ സിനിമാ പ്രേമികൾക്കിടയിലേക്കും നന്നായി മാർക്കറ്റ് ചെയ്യപ്പെട്ട പ്രേമലുവിന്റെ വിജയം നസ്ലന് നൽകുന്ന ബ്രേക്ക് ചില്ലറയല്ല. മലയാളത്തിലെ മറ്റേതു നടനെയും അസൂയപ്പെടുത്തുന്നതാണ് നസ്ലന്റെ അപ്കമിംഗ് ലൈനപ്പ്. മധുരരാജ എന്ന മമ്മൂട്ടി ചിത്രത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റായി സിനിമയിലെത്തിയ പയ്യൻ ഗിരീഷ് ഏടി ചിത്രമായ തണ്ണീർമത്തൻ ദിനങ്ങളിലൂടെ പ്രേക്ഷക ഹൃദയം കീഴടക്കി. മാത്യുവിന്റെ കൂട്ടുകാരൻ മെൽവിന്റെ റോൾ അതിഗംഭീരമായി തന്നെ നസ്ലൻ പകർന്നാടി. ആദ്യകാലത്ത് തന്നെ ഒട്ടും കൃത്രിമത്വം തോന്നാത്ത വിധം ഹാസ്യരംഗങ്ങൾ അവതരിപ്പിക്കുന്ന മിടുക്കനെ അന്നേ കാഴ്ചക്കാർ നോട്ട് ചെയ്തിരുന്നു. തണ്ണീർമത്തൻ ദിനങ്ങൾ മാത്യുവിന്റെയും അനശ്വര രാജന്റെയും കരിയറിലെ വഴിത്തിരിവായപ്പോൾ നസ്ലനിൽ നിന്ന് ഒരു സഹതാരത്തിനപ്പുറം പ്രേക്ഷകർ പ്രതീക്ഷിച്ചു കാണില്ല. സ്കൂൾ കാല പ്രണയം പറഞ്ഞ തണ്ണീർമത്തൻ ദിനങ്ങൾക്കു ശേഷം കോളേജ് വിദ്യാർത്ഥികളുടെ ജീവിതവും പ്രണയവും പ്രമേയമാക്കിയ സൂപ്പർ ശരണ്യയിലേക്ക് നസ്ലനെ ക്ഷണിച്ചത് അങ്ങനെയാകും. നസ്ലനിലെ പല മട്ടിലുള്ള സാധ്യതകൾ ആദ്യം തിരിച്ചറിഞ്ഞത് ഒരുപക്ഷെ സംവിധായകൻ ഗിരീഷ് ഏടി തന്നെയാകും. സ്കൂൾ കാല പ്രണയം പറഞ്ഞ തണ്ണീർമത്തൻ ദിനങ്ങൾക്കു ശേഷം കോളേജ് വിദ്യാർത്ഥികളുടെ ജീവിതവും പ്രണയവും പ്രമേയമാക്കിയ സൂപ്പർ ശരണ്യയിലേക്ക് നസ്ലനെ ക്ഷണിച്ചത് അങ്ങനെയാകും. സിനിമയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ ഗിരീഷ് ഏടി നസ്ലനായി കരുതി വെച്ചത് കരിയറിനെ തന്നെ മാറ്റിമറിക്കുന്ന വേഷമായിരുന്നു. കോളേജ് കാലം കഴിഞ്ഞുള്ള ജീവിതം ഹൈദരാബാദിൽ പറഞ്ഞ പ്രേമലുവിൽ നസ്ലൻ സച്ചിൻ എന്ന കഥാപാത്രമായി നിറഞ്ഞാടി. ചിത്രത്തിലെ കുസൃതികളും നിസ്സഹായതകളും ചിരികളുമെല്ലാം നസ്ലൻ തന്റെ സ്വാഭാവികമായ ഭാവങ്ങളിൽ കളറാക്കി. ഗിരീഷ് ഏടിയുടെ ഐ ആം കാതലൻ, ഗിരീഷ് ഏടിയുടെ തന്നെ പ്രേമലു 2, തല്ലുമാല സംവിധായകൻ ഖാലിദ് റഹ്മാന്റെ സ്പോർട്സ് മൂവി, ഒപ്പം മുകുന്ദനുണ്ണി അസോസിയേറ്റ് സംവിധായകൻ അഭിനവ് സുന്ദർ നായികിന്റെ മോളിവുഡ് ടൈംസ് എന്നിവയാണ് നസ്ലന്റേതായി വരാനിരിക്കുന്ന ചിത്രങ്ങൾ. ഇതിൽ ഐ ആം കാതലൻ പ്രേമലുവിന് മുൻപേ ഗിരീഷ് ഏടി പൂർത്തിയാക്കിയ ചിത്രമാണ്. മലയാളികൾക്കൊപ്പം തെലുങ്ക്, തമിഴ് പ്രേക്ഷകരുടെ കയ്യടി നേടിയ ചിത്രത്തിന്റെ സീക്വൽ എന്നതിനാൽ പാൻ ഇന്ത്യൻ കാത്തിരിപ്പ് തന്നെ ഉയർത്തും പ്രേമലു 2. ആക്ഷൻ രംഗങ്ങളിലൂടെ തിയേറ്ററിൽ ആവേശം നിറച്ച തല്ലുമാല സംവിധായകന്റെ സ്പോർട്സ് മൂവിക്ക് വേണ്ടി ശാരീരികമായ തയ്യാറെടുപ്പുകൾ നടത്തിയാണ് നസ്ലൻ എത്തുക. സിനിമയുടെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന മോളിവുഡ് ടൈംസും അഭിനവ് സുന്ദർ ചിത്രമെന്ന നിലയിൽ വലിയ പ്രേക്ഷക പ്രതീക്ഷയാണ് ഉയർത്തിയിരിക്കുന്നത്. ഈ 4 ചിത്രങ്ങളുടെ പ്രേക്ഷക സ്വീകാര്യത നസ്ലന്റെ മുന്നോട്ടുള്ള യാത്രയെ ഏറെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ്.